ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തട്ടുകടയിലെ സ്പെഷ്യലായിട്ടുള്ള അപ്പം പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാവരും ഒന്ന് ഫുൾ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടില്ലൻ ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് എന്തായാലും കഴിച്ചവരും കഴിക്കാത്തവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ പെർഫെക്റ്റായിട്ട് നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയുണ്ട്. അതുപോലെ തന്നെ കിഡിലൻ ഒരു ചിക്കൻ ഗ്രേവിയുണ്ട്. ചിക്കൻ ഗ്രേവി സ്പെഷ്യൽ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർ ഇനി ടെൻഷൻ ആവണ്ട. ഈ ഒരു റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ സൂപ്പറായിട്ട് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. ഇനി അതിലേക്ക് ആ 2 കപ്പ് പച്ചരി എടുത്തില്ലേ, ആ കപ്പിൽ തന്നെ 1 കപ്പ് ചോറിട്ട് കൊടുക്കുക. പിന്നെ വേണ്ട വെള്ളം എന്ന് പറയുന്നത് 1 കപ്പ് വെള്ളമാണ്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ അരച്ചെടുക്കുക. നല്ല ദോശക്കൊന്നും അരച്ചെടുക്കുന്ന ആ ഒരു സ്മൂത്തായിട്ടൊന്നും കിട്ടണ്ട. ചെറിയൊരു തരിതരിപ്പ് ഉണ്ടായാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ അരച്ച് വെച്ചിട്ട് നോക്കാം. നമുക്ക് വെള്ളം കൂടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ അപ്പം പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇതിനാവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അരച്ച് വെച്ച അരി ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് അളവാണ്. ഈ അളവ് ഇതുപോലെ തന്നെ എടുത്താൽ നല്ല അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, വെച്ചാലും പ്രശ്നമില്ല. അരച്ചെടുത്തപാട് ചുടണ്ട. ഒരു 5-10 മിനിറ്റൊക്കെ ഒന്ന് വെക്കാം. ആ ഒരു ഓയിലൊക്കെ ചൂടാകുന്ന ടൈമില്ലേ, അത്രയും മതിയാവുന്നതാണ്. കൂടുതൽ ടൈം വെച്ചെന്ന് വെച്ച് പ്രശ്നവും ഇല്ല. ഇതുപോലെ കുഴിയുള്ളൊരു ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് മാവ് കോരി ഒഴിക്കാം. മാവ് കോരി ഒഴിക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല, കുറച്ച് തന്നെ വെക്കണം. അതിനുശേഷം ഒരു തവി മാവ് ഞാനിതിലേക്ക് കോരി ഒഴിച്ചിട്ടുണ്ട്. അത് പൊന്തി വന്നിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മാവ് കോരി ഒഴിക്കുമ്പോൾ മാത്രമേ ഫ്ലെയിം കുറക്കണ്ടൂ. കോരി ഒഴിച്ച് ഒന്ന് ആ അപ്പം പൊന്തി വന്നാൽ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഞാനിതാ ഒഴിച്ചു കൊടുത്ത അപ്പം പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം കോരി ഒഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കുക. പൊന്തി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കുറച്ച് ഒരു 2 മിനിറ്റൊക്കെ മതിയാവുന്നതാണ്. അതിനുശേഷം കോരി മാറ്റുക. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് അടുത്തത് ഒഴിച്ചെടുക്കുക. ഇതേ ഒരു ലെവലിൽ എല്ലാ അപ്പവും ചുട്ടെടുക്കുക. ഞാനിങ്ങനെ തന്നെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വലിങ്ങനെ കട്ട് ചെയ്ത ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ഉള്ളി. അതുപോലെ 2 തക്കാളിയും വലുതായി കട്ട് ചെയ്തു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ കറിക്ക് തന്നെയാണ് അടുത്ത സ്റ്റേജിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത്, അതുപോലെ തക്കാളിയും ചെറുതായി അരിഞ്ഞത്, 1/2 കിലോ ചിക്കനും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളിയും തക്കാളി വലുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും തക്കാളി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല പോലെയൊന്നും വെന്ത് കിട്ടണ്ട. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഒന്ന് പച്ച ചുവ മാറിയതിന് ശേഷം വലുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ട്. അത് ഞാൻ ഇടുന്ന ടൈമിൽ പറഞ്ഞുതരാം. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം എല്ലാ പൊടികളും ഇടുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. കരിഞ്ഞു പോകാൻ പാടില്ല പൊടികളൊന്നും. ഇത് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പും ആവാം. ഇത് അരച്ചു കൊടുക്കുമ്പോൾ ഈ വെള്ളം പ്രശ്നമൊന്നുമില്ല. അരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഞാൻ തണുക്കാനായിട്ട് വെക്കുകയാണ്. എന്നാൽ മാത്രമല്ലേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അത് തണുക്കാനായിട്ട് മാറ്റി വെച്ച ടൈം കൊണ്ട് ഞാൻ വേറൊരു പാത്രം വെച്ചു. ഇതിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ആ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്തു. ഇത് വഴന്ന് വരാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇത് നല്ലപോലെ തന്നെ ഒന്ന് വെന്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഞാൻ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വേവാൻ ബാലൻസ് ഉള്ളത് വെന്ത് കിട്ടും. മിക്സിയിലുള്ള ബാക്കി വരുന്നത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിയാൽ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടുന്നതാണ്. ഓൾറെഡി ചൂടായതല്ലേ പാത്രം. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട. അരക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ ഒരു അളവ് മതി. ഇനി എക്സ്ട്രാ ആഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഒരു അരച്ചെടുത്ത മിക്സ് ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ചിട്ടിട്ടുണ്ട്. ചിക്കനും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റെങ്കിലും ചിക്കൻ, അത് നിങ്ങളുടെ ചിക്കനിന് എത്ര വേവാണോ വേണ്ടതെന്ന് നോക്കിയിട്ടൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം. അതുകൊണ്ട് ഞാനൊരു 15-20 മിനിറ്റ് ഇത് ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ അടച്ചു വെച്ച് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കും. അങ്ങനെ ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചു വെച്ച് കൊടുക്കരുത്. കട്ടിയുള്ള ഗ്രേവി അല്ലേ, അപ്പോൾ അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് വെച്ചൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചധികം തന്നെ മല്ലിയില ഈ ഒരു ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെക്കുക. ചിക്കൻ വെന്തിനോന്നൊക്കെ ഒന്ന് നോക്കാം. ഈ ടൈമിൽ എനിക്ക് ചിക്കൻ വെന്തിട്ടില്ല, എൻ്റെ ഒരു കറക്റ്റ് വേവായിട്ടില്ല. പിന്നെയും ഞാൻ അടച്ചു വെച്ച് കൊടുത്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് ടൈം കഴിഞ്ഞ് പിന്നെ ഓപ്പൺ ആക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് വേവായി കിട്ടിയിന്. എനിക്ക് കുറച്ചുകൂടി കുറുകി കിട്ടണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം.
ഇനി ലാസ്റ്റിലായിട്ട് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ജ്യൂസുള്ള ലെമൺ ആയതുകൊണ്ടാണ് ഹാഫ് ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഇനിയാണ് ലാസ്റ്റ് നമ്മുടെ അപ്പവും കറിയും മിക്സ് ചെയ്യൽ. സാധാരണ തട്ടുകടകളിൽ ഇതൊക്കെ കറിയും അപ്പവും അതുപോലെ എല്ലാം റെഡി ആയിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ് ഇത് മിക്സ് ചെയ്ത് അന്നേരം ആ സ്പോട്ടിൽ തന്നെ മിക്സ് ചെയ്ത് തരികയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അടുത്ത ആ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ലാസ്റ്റ് ഞാൻ കറി റെഡിയായപ്പോൾ ഇറക്കി വെക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിന് പറ്റിയ ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഒരു വലിയൊരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു 4 അപ്പമാണ്. 4 അപ്പത്തിന് കറക്റ്റ് കറി ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ കറി വേണമെങ്കിൽ നിങ്ങൾ കറി ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിന് മേലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കറിയായിട്ട് മിക്സാക്കി ഒരു 2-3 മിനിറ്റ് നല്ല പോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പത്തിൻ്റെ മേലെ ഇങ്ങനെ കറി നല്ല പോലെ കുടിക്കുന്ന വിധത്തിൽ ഇതായി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്ക് മെയിൻ ടേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഫ്രഷ് ക്രീം. ചില തട്ടുകടകളിൽ മയോണൈസും ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ മേലേക്ക് പ്ലേറ്റിൽ ഇങ്ങനെ ഒഴിച്ച് തരുത്തുണ്ട്. ഇവിടെ ഞാൻ ചിലയിടങ്ങളിൽ പിന്നെ ഇതുപോലെ ഫ്രഷ് ക്രീമും തരുത്തുണ്ട്. ഞാൻ ഇത് 2-3 സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് ഒഴിച്ചിട്ടില്ല. 4 അപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ 1/4 കപ്പിലും കുറച്ച് മാത്രമേ ഞാനിവിടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 3 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലേക്ക് തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്കും കൂടി കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ ഇന്നത്തെ കിടിലൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.